അണ്ണൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരാണ്? ഓഫ് കോഴ്സ് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അതെല്ലാവരും ഉണ്ട്. എന്നാലും ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാം പ്രിയദർശൻ അല്ലെ മോഹൻലാൽ, യഥാർത്ഥ സുഹൃത്തുക്കൾ. അതെ, അതുപോലെ ഒരുപാട് പേരുണ്ട്. അതെ അതെ. പക്ഷെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നു. ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഗണേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. നമ്മുടെ ഗണേശൻ. അതെ. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു എന്താ പറയുക, എന്നെ അറിഞ്ഞുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഗണേശനെ അറിഞ്ഞുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കൾ പോലെ ജീവിക്കുന്ന ഒരാളാണ്. അതിനകത്തൊരു അണാ പൈസ ബന്ധമൊന്നുമില്ല. അയ്യോ, അങ്ങനെ സാധനമില്ല. ഗണേശൻ പിന്നെ എൻ്റെ കൂടെ തബല വായിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് മ്യൂസിക് പഠിച്ചത്, അത്തരങ്ങനിൽ മ്യൂസിക് പഠിച്ചത്. പിന്നെ നമ്മൾ ഓർക്കസ്ട്ര അതെല്ലാം കണ്ടക്ട് ചെയ്യുന്ന പുള്ളിയാണ്. പിന്നെ അതുപോലെ അവരുടെ ഫാമിലിയൊക്കെ ഇട്ട് എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരാളാണ് ഗണേശൻ. അത് എൻ്റെ ഏറ്റവും എന്താ പറയുക, അതിലപ്പുറം ഫ്രണ്ടില്ല. ഗണേശ, എന്താണ് മോഹൻ സിത്താരെ കുറിച്ച് പറയാനുള്ളത്? പറയാൻ ഇഷ്ടംപോലെ ഉണ്ട് പറയാനുണ്ട്. അതായത് നമ്മൾ ശരിക്ക് പിന്നെ 76 തരങ്ങണി സ്കൂൾ തുടങ്ങി. മോഹൻ ഒരു കൊല്ലം കഴിച്ചിട്ടാണ് വന്ന് ശരിക്കും സ്കൂളിലേക്ക് വരുന്നത്. മോഹൻ്റെ ചേട്ടനാണ് സുബ്രഹ്മണ്യ മാഷാണ് കൊണ്ടുവരുന്നത് മോഹനെ ഇവിടെ. പക്ഷെ അന്ന് മുതൽ നമ്മൾ എന്തുകൊണ്ടോ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ അടുക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഒരുമിച്ച് നടക്കുള്ളൂ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ മോഹൻ നേരെ ആദ്യം V1 ഓർക്കസ്ട്രയില്ല. മോഹൻ വരുമ്പോഴേ നന്നായിട്ട് വയലിൻ നന്നായിട്ട് വായിക്കും. അപ്പോൾ V1 ഓർക്കസ്ട്രയില്ല. അന്ന് ഇവിടെ വയലിൻ തീരെ കുറവായിരുന്നു. അപ്പോൾ രഘുമാഷും ഇവർ 2-3 പേരായിട്ട് V1 ഓർക്കസ്ട്രയിൽ പോകുമായിരുന്നു. അന്ന് നമ്മൾ ഞാൻ തരങ്ങണി പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇത്തിരി കഴിഞ്ഞ് ശരിക്ക് പറഞ്ഞാൽ മോഹൻ അന്നും ജീവിതത്തിൽ എപ്പോഴും ഭയങ്കര പേടിയാണ്. രാത്രിയായ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഈ മോഹനോടൊപ്പം പ്രോഗ്രാം കഴിഞ്ഞിട്ട് മോഹൻ വീട്ടിൽ പോകാൻ ഭയങ്കര പേടിയാണ്. രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ പോയി എപ്പാണേലും. പിന്നെ അത് യക്ഷ്യമൻ ആൽത്തറ എന്നിട്ട് വീട്ടിൽ അവിടെ നിന്നിട്ട് മാറി ശാസമാലം ഭാഗത്തൊരു ഉള്ളിൽ തെങ്ങിൻ്റെയൊക്കെ ഇടയിൽ കൂടി അകത്തോട്ട് പോകണം. അവിടെ ഒരു വീട്ടിൽ അവസാനം അവിടെ പോയി രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ അവിടെ വരെ കൊണ്ടുവിട്ടിട്ടാണ് തിരിച്ച് ഞാൻ അങ്ങനെ വർഷങ്ങളോളം അത് തന്നെ. ഇപ്പോഴും ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ കമ്പോസിങ്ങിന് പോയാലും ഒരു ഹോട്ടലിൽ കിടക്കുകയാണെങ്കിൽ നമ്മളും കൂടെ വേണം അന്ന്. അല്ല, എന്നിട്ട് ഇങ്ങനെ ഞാൻ വിട്ടിങ്ങനെ സ്ഥിരം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളിങ്ങനെ മടുത്തിത്ര. അതുപോലെ മോഹൻ്റെ പേടിയിൽ നിന്ന് മാറും വേണമല്ലോ. ഒരു ദിവസം ഞാൻ അങ്ങ് ചൂടായി, മോനെ ഇന്ന് പോയി നോക്ക്, ആരെങ്കിലും പിടിച്ചോണ്ട് പോകും നോക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോനും പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇന്ന് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ ഒരു ദിവസം പോയി നോക്കട്ടെ. പിറ്റേ ദിവസം നമ്മുടെ രഘുമാഷാണ്. പിന്നെ മാഷ് പ്രോഗ്രാം കഴിഞ്ഞ് വന്ന മാഷിൻ്റെ കുറേ തമ്പാൻ്റെ ഇറങ്ങിയ മാഷിൻ്റെ കുറേ കലാപരിപാടി കഴിച്ചിട്ടേ മാഷ് പോകാറുള്ളൂ. അറിയാം. അങ്ങനെ ടച്ചിങ്സ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടേ മാഷ് പോകാറുള്ളൂ. അപ്പോൾ 1-2 മണിക്കൂറൊക്കെ എന്തായാലും കഴിയും. പിറ്റേ ദിവസം രഘുമാഷ് പറയുന്നത് എന്നുവെച്ചാൽ ഞാൻ കുറേ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു കടത്തിനേൽ ഒരാളിങ്ങനെ അവിടെ കിടക്കാൻ പേടിച്ചിട്ട് കുത്തിയിരിക്കുന്നു. അങ്ങനെ അവസാനം ചോദിച്ചപ്പം എനിക്ക് വീട്ടിൽ പോകാനൊരു പേടിയായിട്ടുണ്ട്. പിന്നെ മാഷ് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ശാസ്ത്രം എടുത്തത് അല്ല വെള്ളം എടുത്തത് 1-2 കിലോമീറ്റർ നടക്കണേ. എനിക്കത് ഈ രാത്രിയിൽ ഭയങ്കര പേടിയാണ്. അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഒരുപാട് ഓർമ്മകളല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഗണേശൻ്റെ അടുത്ത് മിക്കവാറും മോഹൻ ചോദിക്കാറില്ലേ ട്യൂണിങ് ഒക്കെ ശരിയായോ? എന്താണ് ആ ട്യൂണിങ്? അത് ഇദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ട്യൂൺ ചെയ്തതാണോ തബല ട്യൂൺ ചെയ്യുന്നതാണോ? അതായത് എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് റെക്കോർഡിങ്ങിന് മിക്കവാറും അതായത് അതിന് ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഭയങ്കര ആഘോഷവും ആർച്ചൊക്കെ കെട്ടി തരങ്ങണിയുടെ ഫ്രണ്ടിൽ ആർച്ചൊക്കെ കെട്ടിക്കുന്ന സംഭവം. പൂജയുടെ അന്ന് ഭയങ്കര 5000 പേര് വരും. അങ്ങനെ വരുന്ന റെക്കോർഡിങ് സാറിന് പൈസ കിട്ടാറില്ല. നമ്മൾ എറണാകുളത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് ആൾക്കാരെ വിളിച്ച് വരുത്തി, കോട്ടയം എറണാകുളം എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാരെ വിളിച്ചിട്ട് നമ്മൾ എല്ലായിടത്തും സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരെ വിളിക്കുന്നത്. അതനുസരിച്ചിട്ട് റെക്കോർഡിങ് ഫിക്സ് ചെയ്യുന്നു, എല്ലാവരും കറക്റ്റായിട്ട് വരുന്നു.
പക്ഷെ വൈകുന്നേരം ഇവർ ആദ്യത്തെ പൂജ കഴിഞ്ഞ് കുറേ ഫോട്ടോ എടുക്കലും അത് വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പം സോങ് എടുത്ത് കഴിയുമ്പോഴേക്കും ഇവരാരെയും കാണാതെ കുറച്ച് പേര് പോയിട്ട് മെയിനായിട്ടുള്ള എല്ലാവരും പോവും, പ്രൊഡ്യൂസറും ഉണ്ടാവില്ല. ഒരു ദിവസം അതുപോലെ റെക്കോർഡിങ് കഴിഞ്ഞു. അന്ന് കല്ലറ ഗോപൻ എന്ന് പറഞ്ഞ നമ്മുടെ ഗോപൻ ട്രാക്കൊക്കെ പാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് നമ്മൾ അന്നൊക്കെ ഒരു ദിവസം 2 പാട്ടാണ്, 7 to 1 പിന്നെ 2 to 9 അങ്ങനെയാണല്ലോ ഒരു ഇത്. അപ്പോൾ ഫസ്റ്റ് സോങ് കഴിഞ്ഞു, അതിൻ്റെ പൈസ കിട്ടി, പ്രൊഡ്യൂസർ പൈസ തന്നു. അപ്പോൾ അതെല്ലാവർക്കും കൊടുത്ത് അവർ അടുത്ത പാട്ടിലില്ലാത്തവരൊക്കെ പോയി. അപ്പോൾ സെക്കൻഡ് സോങ് കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നന്നായി റെക്കോർഡിങ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ പ്രൊഡ്യൂസർ ഇല്ല, എവിടെ പോയെന്ന് അറിയില്ല. അപ്പോൾ ഫോൺ ചെയ്തു. അപ്പോൾ അദ്ദേഹം പിന്നെ റൂമിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 10-20 പേരോളം ഉണ്ടാവും. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗണേശൻ പിന്നെ ഇയാൾ ഫോൺ എടുക്കാണ്ടായപ്പോൾ തമ്പാനൂർ ഒരു ഹോട്ടലിൽ അദ്ദേഹം താമസിച്ചിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ റൂമൊക്കെ ഇട്ടിയത് അയാൾ വീട്ടിൽ പോയി. എന്നിട്ട് ഇവർക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു. അന്ന് നമുക്ക് പൈസ ഒന്നും ഇല്ലല്ലോ. പൈസ അങ്ങനെ ഞാൻ അല്ലേ തന്നെ അതൊരു എത്തിക്സ് അല്ലല്ലോ. റെക്കോർഡിങ് പൂജ കഴിഞ്ഞിട്ടാണ് ആരും ഉണ്ടാവില്ല. അവസാനം നമ്മൾ കയ്യിലുള്ള മോതിരവും പിന്നെ എൻ്റെ ബ്രേക്സിലിട്ട് പിറ്റേ ദിവസം കൊണ്ട് പണയം വെച്ചിട്ടാണ് പിന്നെ അവർ പൈസ കൊടുത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും എനിക്കറിയാം. അല്ല, അങ്ങനെ ഉണ്ടായപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ടേക്കിന് മുമ്പ് കാശ് മേടിക്കും. കാശ് കിട്ടിയാലേ ടേക്ക് ചെയ്യുള്ളൂ. ട്യൂണിങ് ശരിയായോ? തരങ്ങണിയിൽ നമ്മുടെ കരുണാകരൻ മരിച്ചു പിന്നെ പുള്ളി എപ്പോഴും അപ്പോൾ പുള്ളി നമ്മളോട് നല്ല അടുപ്പവും എപ്പോഴും അവിടെ കാണുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ സ്വാമി അതന്നെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സ്വാമിക്ക് അറിയാം. അപ്പോൾ സ്വാമി തന്നെ നമ്മൾ ഈ ട്യൂണിങ് കാര്യം പറയുമ്പോഴേക്കും സ്വാമിക്ക് തന്നെ അറിയാം. സ്വാമി തന്നെ ചോദിക്കും, ടേക്ക് എന്ന് പറയുമ്പോൾ തന്നെ സ്വാമി ചോദിക്കും, എന്നുവെച്ചാൽ ട്യൂണിങ് ഒക്കെ ആയെന്ന് ചോദിക്കും. അപ്പോൾ ഓക്കെ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആർക്കും മനസ്സിലാകത്തില്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു യൂണിയനോ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അന്നത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുത്ത് ഈ ഇതിന് എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് വെച്ചാൽ കർണാടക സമയം മറ്റേ നമ്മുടെ ടേപ്പിൻ്റെ കവറിനകത്ത് ഈ ലെറ്ററും വെക്കും. എന്നിട്ട് ഇവരെന്തെങ്കിലും ഇത് ദാസാറിനെ കൊണ്ട് പാടിക്കാനായിട്ട് ആദ്യം ഈ പേപ്പർ എടുത്ത് കൊടുക്കും. ദാസാർ വായിച്ചു അവർക്ക് പിള്ളേരുടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഇവന്മാർ ഓടി എവിടെയെങ്കിലുമൊക്കെ നമ്മളെ കണ്ടുപിടിച്ചെടുത്ത്, കാരണം പുള്ളിയോടെ വെയിറ്റ് ചെയ്യല്ലേ. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര അനുഭവങ്ങളാണ്. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എനിക്കും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്കല്ല, എൻ്റെ ചേട്ടന്. അതെ അതെ, ചേട്ടന് മിക്കവാറും പറ്റും. ഞാനൊന്നുമല്ല, ഇവര് കാലത്തേ പോയിട്ട് ജാസ് ഹോട്ടലിലോ അല്ലെ മാഗ്നറ്റിലോ കൂടെ ഞാനുണ്ടാവും പോയിട്ട് അപ്പൊ ഈ പ്രൊഡ്യൂസർ അങ്ങ് സൂചിപ്പിക്കും എൻ്റെ ചേട്ടനെ. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് വരുമ്പോൾ പൂജ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര ഡയറക്ടേഴ്സ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചിട്ട് ആ വർക്ക് ഞാനും ഉണ്ടായിരുന്നു. ഭയങ്കര പൂജയൊക്കെ ആയിരുന്നു. അതെ, അവസാനം പൂജയില് അത് കഴിഞ്ഞിട്ട് പിന്നെ 2 പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ പറയണം അപ്പം കൊണ്ടുവരൂടാ. അതെ അതെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. പോകുമ്പോൾ അവിടെ പോകുമ്പോൾ പറയും ഈ പടത്തിന്റെ ബഡ്ജറ്റ് അന്ന് 30 ലക്ഷമാണ് 40 ലക്ഷമാണെന്നൊക്കെ പറയും. അപ്പോൾ ഇതിലൊക്കെ വീണു പോകും. അവസാനം ഈ പാട്ട് കഴിയുന്നതോടുകൂടി ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ ഗണേശന്, ഈ ഡയറക്ടർ പ്രൊഡ്യൂസറിനെ ഇമ്പ്രസ് ചെയ്യാണ്. അതായത് ഇത്രയും പേരുണ്ട്, ഭയങ്കര ഗംഭീരമാകുന്നു. ഈ പ്രൊഡ്യൂസർക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് മനസ്സിലാവും ഈ ട്യൂണിങ് ശരിയാവില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് പ്രൊഡ്യൂസർ സ്ഥലം വിടും, കൂട്ടത്തിൽ ഡയറക്ടറും പോവും. ഇതാ സംഭവം. ഇപ്പോഴും ഉണ്ട് നടക്കുന്നുണ്ട്. വേറൊന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരുമ്പോഴേക്കും അന്ന് ഒരു ഇൻസ്ട്രുമെന്റ് രണ്ടാമത് ഒരു ട്രാക്ക് കൂടെ വായിക്കുകയാണെങ്കിൽ വീണ്ടും കൊടുക്കുമായിരുന്നു. അപ്പോഴെന്തായാലും ഇയാൾ വരാൻ താമസിക്കുമ്പം എന്താ വെച്ചാൽ വീണ്ടും അടുത്ത് അവരെ കൂടെ ഒക്കെ ആഡ് ചെയ്യാറ് നന്ന് കളർ ആവട്ടെ എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മളെ നെഞ്ചടിക്കണം. കാരണം വീണ്ടും ഇയാൾ വന്നില്ലെങ്കിൽ ഈ കാശൊക്കെ നമ്മൾ കൊടുക്കേണ്ടി.